ഹായ്, എല്ലാവർക്കും മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീ നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് നൽകുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു ചായ നമുക്ക് എത്രത്തോളം സ്വാദിഷ്ടമാണോ അത്രയും സ്വാദിഷ്ടമായ ഒരു അറിവാണ് മോർണിംഗ് ടീയിലൂടെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോവാം. നോക്കൂ, PSCയുടെ ഒരു ചോദ്യം, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇതാണ് ചോദ്യം. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലേ? നോക്കാം. ഒന്ന്, കിഴക്ക്. അത് നമുക്ക് ഓപ്ഷൻ നോക്കാമേ. കിഴക്ക് ഹിമാലയ പർവ്വതം ആണോ? അല്ല. പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം അല്ല. തെക്ക് ബംഗാൾ ഉൾക്കടൽ അല്ല. വടക്ക് അറബിക്കടൽ. നമുക്കൊന്ന് ക്രമപ്പെടുത്തി നോക്കാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തെ ദിക്ക് ഏതാണ്? കിഴക്ക് ഭാഗത്ത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് എന്താണ്? മനസ്സിൽ വന്നോ? ബംഗാൾ ഉൾക്കടലല്ലേ കിഴക്ക് ഭാഗത്ത്? ബംഗാൾ ഉൾക്കടൽ. അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. കിഴക്ക് ഭാഗത്ത്, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ കിഴക്ക് ഭാഗത്ത്. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്തായിരിക്കും? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇനിയുള്ള 3 ഓപ്ഷനും ഒന്ന് നോക്കൂ. പടിഞ്ഞാറ് ഭാഗം അറബിക്കടലല്ലേ? പടിഞ്ഞാറ് ഭാഗം ആണ് അറബിക്കടൽ. പടിഞ്ഞാറ് അറബിക്കടൽ. ഇനി നോക്കൂ, ഇന്ത്യയുടെ തെക്ക് എന്താണ്? ഇന്ത്യയുടെ തെക്ക് ഒന്ന് ചിന്തിക്കൂ. കന്യാകുമാരിയൊക്കെ വരുന്ന തെക്ക് ഭാഗത്ത് എന്താണ് ഇന്ത്യയുടെ അതിരായി കണക്കാക്കുന്നത്? ഇന്ത്യയുടെ തെക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമല്ലേ? ആണല്ലോ, ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ? ഇനി ഒരു ദിക്കൂടെ ഉണ്ട്, വടക്ക്. ഒരു സംശയമില്ല, ഹിമാലയ പർവ്വതമാണ് വടക്ക് ഹിമാലയം. അപ്പൊ നോക്കിക്കോളൂ ഒന്നുകൂടെ. ഇന്ത്യയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടല്, പടിഞ്ഞാറ് അറബിക്കടല്, തെക്ക് ഹിമാലയ പർവ്വതം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. 4 ഓപ്ഷൻ. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്ഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഒന്നിപ്പോൾ ആദ്യം നോക്കുമ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നില്ല, പിന്നെ നമ്മൾ ആ ഓപ്ഷനെ നോക്കേണ്ട ആവശ്യമില്ല, അവനെ നമ്മൾ വെട്ടണം, എലിമിനേറ്റ് ചെയ്താൽ കളയണം. അപ്പോൾ നോക്കാം. ഒന്നാമത്തത് എ ആണോ? കിഴക്ക് വരുന്നത് എ ആണോ? അല്ല. അതായത് കിഴക്ക് ഹിമാലയ പർവ്വതമല്ല, എ അല്ല. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനെ അങ്ങ് വെട്ടാം. ഇത് നമുക്ക് വേണ്ടാത്തതാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി അവനെ തിരിഞ്ഞു നോക്കുകയേ വേണ്ട നമ്മൾ. ബാക്കി 3 ഓപ്ഷൻ നോക്കിയാൽ മതി. അടുത്ത് നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം, ബിയിലേക്ക് പോകാം. 1 കിഴക്കിന് യോജിക്കുന്നത് ദാ ഇവിടെ സി ആണോ? കിട്ടി അല്ലേ? സി, ദാ കിഴക്ക് സി, ബംഗാൾ ഉൾക്കടൽ. അത് കറക്റ്റ് ആണേ. സി, ബംഗാൾ ഉൾക്കടൽ, ഇത് കറക്റ്റ് ആണ്. രണ്ടാമത്തിലേക്ക് പോകാം. പടിഞ്ഞാറ് ഡി, അറബിക്കടൽ. ശരിയല്ലേ? പടിഞ്ഞാറ് അറബിക്കടൽ, അവനും ശരിയാണ്. അടുത്തിലേക്ക് പോവാം. മൂന്നാമത്തിലേക്ക് പോവാം. തെക്ക് ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി ആണ്. തെക്ക് ബി, ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ? ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് ബി, ഇന്ത്യൻ മഹാസമുദ്രം, കറക്റ്റ് ആണ്. അതും കറക്റ്റ് ആണ്. നാലാമത്തെ നോക്കൂ, വടക്ക് എ, ഹിമാലയ പർവ്വതം. ശരിയല്ലേ? കറക്റ്റാണ് അല്ലേ? ഇങ്ങനെ നമ്മൾ കണ്ടെത്തണം. ഇനി നമ്മൾ രണ്ടാമത് നോക്കുമ്പോഴും ഏതെങ്കിലും ഒന്നില് ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തിനെ എലിമിനേറ്റ് ചെയ്യും അല്ലേ? മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ അതിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് ശരിയല്ലാതെ വന്നാൽ അതിനെ എലിമിനേറ്റ് ചെയ്യും. പിന്നെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, 4 കറക്റ്റ് ആൻസർ ആയിരിക്കും, ഒരു സംശയമില്ല. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ അതിര് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടല്,
പടിഞ്ഞാറ് അതിര് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്. ഇനി തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമാണ്. ഇതാണ് നമ്മുടെ 4 അതിരുകളായിട്ട് പറയുന്നത്. പിക്ചർ ഒന്ന് നോക്കിക്കോളൂ. പിക്ചർ ദാ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? ദാ ഇവിടെയാണ് ഏത് കടൽ സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ എന്ന് പറയും. ബേ ഓഫ് ബംഗാൾ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? ദാ ഈ ഭാഗം ദാ ഇങ്ങനെ വരും. ഏത്? ഹിമാലയ പർവ്വതം. ഇങ്ങനെ ഹിമാലയ പർവ്വതം. ഇതാണ് നമ്മുടെ ഹിമാലയ പർവ്വതമായിട്ട് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ 4 അതിരുകൾ. ഇനി ഈ കടലുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോക്കൂ, ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഒരു ഓൾഡ് നെയിം ഉണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര്. ഈ അടുത്ത കാലത്ത് ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേര് രത്നാകര എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേരെന്താണ്? രത്നാകര എന്നാണ്. ബംഗാൾ ഉൾക്കടലിന്റെ പഴയ പേര്, ബംഗാൾ ഉൾക്കടലിനും ഒരു ഓൾഡ് നെയിമുണ്ട്, ചോള തടാകം എന്നാണ്. ബംഗാൾ ഉൾക്കടലിന്റെ പഴയ പേര് ചോള തടാകം എന്നാണ്. കാരണം നോക്കൂ, ഈ ഭാഗത്തൊക്കെ നേരത്തെ വളരെ പണ്ട് ചോളന്മാരുടെ കേന്ദ്രമായിരുന്നു, ചോളന്മാരുടെ രാജ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം പണ്ട് മുതലേ ഈ നമ്മുടെ ബേ ഓഫ് ബംഗാളിന് എന്ത് പേരിട്ടത്? ചോള തടാകം എന്ന പേരിട്ടത്. ഇനി നോക്കൂ, അറബിക്കടലിനും ഒരു പഴയ പേരുണ്ട്. അറബിക്കടലിന്റെ പഴയ പേര് സിന്ധു സാഗരം എന്നാണ്. എന്താണ് അറബിക്കടലിന്റെ പഴയ പേര്? സിന്ധു സാഗരം എന്നാണ്. അറബിക്കടലിന്റെ പഴയ പേര് സിന്ധു സാഗരം. ഈ 3 ചോദ്യങ്ങളും പ്രീവിയസ് ആണ്. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് ഇതാണ്, രത്നാകര. ഒരു ഡിഗ്രി നിലവാരത്തിലെ ചോദ്യമായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേരെന്താണ്? രത്നാകര എന്നാണ്. ബംഗാൾ ഉൾക്കടലിന്റെ പഴയ പേരെന്താണ്? ചോള തടാകം എന്നാണ്. അറബിക്കടലിന്റെ പഴയ പേരെന്താണ്? സിന്ധു സാഗരം എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം സിന്ധു സാഗരം എന്ന് പറഞ്ഞത്? മറ്റൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ സിന്ധു നദി, ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സിന്ധു നദി, ടിബറ്റിൽ നിന്ന് ആരംഭിക്കുന്ന സിന്ധു നദി ഇവിടെ നമ്മുടെ ലഡാക്കിലൂടെ കയറി പതുക്കെ ഇതുവഴി ക്രോസ് ചെയ്തു ഇങ്ങനെ വന്നു പാകിസ്ഥാനിലോട്ട് പോയി, പാകിസ്ഥാൻ വഴി താഴെ നമ്മുടെ ഏത് കടലിലേക്ക് വരുന്നു? അറബിക്കടലിലേക്ക് വരുന്നു. അപ്പോൾ ഈ സിന്ധു നദി അറബിക്കടലിലാണ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് അറബിക്കടലിന് എന്ത് പേരും കൂടെ ഉള്ളത്? സിന്ധു സാഗരം എന്ന പേരും കൂടെ ഉള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒന്ന് നമ്മുടെ മനസ്സിനകത്ത് വേണം. ഇനി കടല്, സമുദ്രം എന്ന് നമ്മളിപ്പോൾ 4-5 പ്രാവശ്യം പറഞ്ഞു. നോക്കൂ, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നു. ഇത് 2 ബംഗാൾ ഉൾക്കടലും അറബിക്കടലും കടൽ എന്ന് പറയുന്നു. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതായത് കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗങ്ങളെയാണ് നമ്മൾ കടല് എന്ന് പറയുന്നത്. കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗങ്ങളെ കടൽ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കടലും ഒരു സമുദ്രവുമാണ് ഇന്ത്യൻ മഹാസമുദ്രം. കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗമാണ് കടലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളായിരിക്കുമല്ലോ ആരൊക്കെ? ബംഗാൾ ഉൾക്കടലും അറബിക്കടലും. ശരിയല്ലേ? 100 കണക്കിന് കടലുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. പക്ഷെ സമുദ്രങ്ങൾ എത്രയേ ഉള്ളൂ? ആകെ 5 സമുദ്രങ്ങളേ ഉള്ളൂ. 5 സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊരു കോഡ് കൊടുക്കാം. പൈസ എന്ന കോഡ് കൊടുക്കാം. PAISA. ഇതാണ് സമുദ്രങ്ങളുടെ കോഡ്. പൈസ. അപ്പോൾ ആദ്യത്തെ ഏതാ? പസഫിക് ഓഷനാണ്, പസഫിക് മഹാസമുദ്രമാണ്. 2ാമത്തെ വലിപ്പത്തിലുള്ളത് ഏതാണ്? ഇത് ഏറ്റവും വലുത് പസഫിക്. 2ാമത്തെ വലിപ്പത്തിലുള്ള സമുദ്രം ഏതാ? അറ്റ്ലാന്റിക് സമുദ്രമാണ്. 3ാമത്തെ വലിപ്പത്തിലുള്ള സമുദ്രം ഏതാ? ഇന്ത്യൻ ഓഷനാണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ്. 4ാമത്തെ വലിപ്പത്തിലുള്ള സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ സതേൺ ഓഷനാണ്. സതേൺ ഓഷനാണ് 4ാമത്തെ സമുദ്രം. സതേൺ ഓഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമല്ല, അന്റാർട്ടിക് സമുദ്രമാണ്. ഏതാണ്? സതേൺ ഓഷനെ അന്റാർട്ടിക് സമുദ്രം എന്ന് പറയും, അല്ലേ? അവസാനത്തെ ഏറ്റവും കുഞ്ഞു സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് വലിപ്പത്തിൽ 5ാം സ്ഥാനം. അപ്പോൾ 5 സമുദ്രങ്ങളാണ് നമ്മുടെ ലോകത്തിലുള്ളത്. 100 കണക്കിന് കടലുകളുമുണ്ട്.
അപ്പോൾ നമ്മുടെ അറബിക്കടലും ബേ ഓഫ് ബംഗാളും ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പഴയ പേരെന്താണ്? രത്നാകര എന്നാണ്, അല്ലെ? ബംഗാൾ ഉൾക്കടലിന്റെ പഴയ പേരെന്താണ്? ചോള തടാകം എന്നാണ്. അറബിക്കടലിന്റെ പഴയ പേരെന്താണ്? സിന്ധു സാഗരം എന്നാണ്. ഹിമാലയത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാമോ? ഹിമാലയത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലുതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിരയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്. വലുതെന്ന് പറയുന്നു, പക്ഷെ നീളം കൂടിയ പർവ്വതനിര ഏതല്ല? ഹിമാലയമല്ല. അതൊന്ന് ഓർമ്മിച്ചോളണം. ലോകത്തിലെ നീളം കൂടിയ പർവ്വതനിര ചോദിച്ചാൽ ആൻഡീസ് പർവ്വതനിരയാണ്, അങ്ങ് സൗത്ത് അമേരിക്കയിലാണ്. എന്നാൽ വലുത് എന്നാണ് ചോദിച്ചാൽ, ഉയരം കൂടിയതെന്നാണ് ചോദ്യമെങ്കിൽ അത് ഏതാണ്? നമ്മുടെ ഹിമാലയ പർവ്വതമാണ്. ഈ ഹിമാലയ പർവ്വതത്തിൽ 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലാണ്. ഈ ഹിമാലയം ഞാൻ പറഞ്ഞു മടക്ക് പർവ്വതം എന്ന് പറഞ്ഞു. 3 മടക്കുകളായിട്ടാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ മടക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഹിമാദ്രിയാണ്, ഹിമാദ്രി. രണ്ടാമത്തെ മടക്ക് എന്ന് പറയുന്നത് ഹിമാചലാണ്. മൂന്നാമത്തെ മടക്ക് ഏതാണ്? ഇത്തിരി നന്നേ ഉയരം കുറഞ്ഞ സിവാലിക്കാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഇങ്ങനെ 3 മടക്കുകളായിട്ടാണ് നമ്മുടെ പർവ്വതനിര. ഇത് ഇങ്ങനെ ഈ ചിത്രത്തിൽ വ്യക്തമല്ല. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ 3 മടക്കുകളെയും കുറിച്ച് പഠിക്കും. ഇനി ഇതിനപ്പുറത്ത് കിടക്കുന്ന വേറൊരു മേഖലയും കൂടെ ഉണ്ട്, അതിനെ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നു. ഈ ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാവുന്നുണ്ട്, അല്ലെ? അത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ 3 ഭാഗങ്ങൾ: കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഈ കാറക്കോറം പർവ്വതത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. കാറക്കോറം പർവ്വതത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പേരെന്താണ്? മൗണ്ട് K2 എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് K2 എന്നാണ്. മൗണ്ട് K2വിന് വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ, ഗോഡ്വിൻ ആസ്റ്റൻ എന്നാണ്. എന്താ മൗണ്ട് K2വിന്റെ വേറൊരു പേര്? ഗോഡ്വിൻ ആസ്റ്റൻ എന്നാണ്. മൗണ്ട് K2വിന്റെ ഹൈറ്റ് എത്രയാണ് എന്ന് ചിന്തിച്ചോളൂ. 86-11 മീറ്റർ ആണ്. മൗണ്ട് K2വിന്റെ ഉയരം 86-11 മീറ്റർ. പക്ഷേ SCERT 10ാം സ്റ്റാൻഡേർഡിൽ 86-61 മീറ്റർ എന്നാണ്. രണ്ടും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതാണ് ഹൈറ്റ് കറക്റ്റ്. മൗണ്ട് K2വിന്റെ ഹൈറ്റ് 86-11 ആണ്, 8611 മീറ്റർ. 10ാം സ്റ്റാൻഡേർഡ്, നിലവിലെ 10ാം സ്റ്റാൻഡേർഡിലെ പുസ്തകത്തിൽ 86-61 മീറ്റർ എന്നാണ്. ഇത് തെറ്റാണ്, പക്ഷെ നമ്മൾ ഇതോടെ പഠിച്ചു വയ്ക്കുക. കാരണം നമ്മുടെ SCERT പുസ്തകം വെച്ചിട്ട് അധ്യാപകൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരി ഓപ്ഷൻ ഇതായിരിക്കും, 86-61. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 86-61 മീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ഈ ഇത്രയും ഭാഗം പാകിസ്ഥാന്റെ കയ്യിലാണ്. ഇത്രയും വരില്ല കേട്ടോ, കുറച്ചുകൂടെ കുറച്ചാണ്. പാകിസ്ഥാന്റെ കയ്യിലാണ്. അതായത് നമ്മുടെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി പാകിസ്ഥാന്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആ മേഖലയ്ക്ക് ഒരു പേരുണ്ട്, POK, പാക് ഓക്കുപൈഡ് കാശ്മീർ എന്ന് പറയും, അല്ലെ? അതുകൊണ്ട് PSC ബുദ്ധിപൂർവ്വം മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്, ഈ ഒരു വാക്കാണ്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അതിന്റെ ആൻസർ കാഞ്ചൻജംഗയാണ്. കണ്ടോ ചോദ്യങ്ങൾ പോണ പോക്ക്? അതിന്റെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങാണ്, ഏതാണ്ട് ഇതാ ഈ ഭാഗത്തൊക്കെ വരും കേട്ടോ. ഇതാ ഇവിടെയാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്, സിക്കിമിലാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം കൂടെ, ഒരു ആൻസറോടെ വേണ്ടേ. കാഞ്ചൻജംഗയുടെ ഹൈറ്റ് എത്ര? സിമ്പിൾ ആണ്, ഫാൻസി നമ്പറാണ്, 85-86 മീറ്റർ. കാഞ്ചൻജംഗയുടെ ഹൈറ്റ് എത്രയാണ്? 85-86 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഹൈറ്റ്. ഈ 2 ചോദ്യങ്ങൾ മറക്കണ്ട. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാണ് ചോദ്യമെങ്കിൽ ഒരു സംശയവുമില്ല മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റൻ. പക്ഷെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം, കുറച്ച് പ്രദേശം പാകിസ്ഥാന്റെ കയ്യിലാണ്. അപ്പൊ PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണ്? ഈ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഏതാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ ഹൈറ്റ് എത്രയാണ്? 85-86 മീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ടീ ഇവിടെ അവസാനിക്കുന്നു. നല്ല അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. അടുത്ത ഒരു മോർണിംഗ് ടീമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.